2 മാസങ്ങൾക്ക് മുമ്പ് ബാലരാമപുരം കോട്ടുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശരണ്യ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഒരു ദിവസം വീട്ടിലോട്ട് വരുമെന്ന് ചോദിച്ചിട്ട് അവ്യക്തമായ സൗണ്ടിലൊക്കെയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചത്. ശരണ്യയുടെ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. അതായത് ഒരു പ്രാകൃത രൂപം. ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കൊച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് 10 മാസം കഴിഞ്ഞ് ഒരു വാടകയ്ക്കായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്. മരണത്തിന്റെ അന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അവർ ഈ കൊച്ചിനെയും അച്ഛനെയും അമ്മയൊക്കെ ഇറക്കി വിട്ട്. അന്ന് തൊട്ട് ഇവർ താമസിക്കുന്നത് ഈ കാണുന്ന ഷെഡിലാണ്. ഇത് തന്നെ ഒരു ആശ്രമത്തിലെ ആൾക്കാരാണ് ഈ ഷെഡ് വെച്ചു കൊടുത്തത് തന്നെ. അന്നോട്ട് ഇവരുടെ താമസം ഇവിടെയാണ്. എന്തായാലും ആഹാരം പോലും ശരണ്യ കഴിക്കില്ല എന്നുള്ളതാണ് സത്യം. 36 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. എൻ്റെ കണ്ണ് ഇത് കണ്ട് കലങ്ങി. വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം ഇവിടെ നിന്ന് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ എൻ്റെ കയ്യിലാണെങ്കിൽ അവസാനത്തെ ബാലൻസ് എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. അതുവരെ ശരണ്യയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ തോന്നിയുള്ളൂ. പടിപ്പുര കൺസ്ട്രക്ഷനിലെ സുഭാഷണനാണ് എൻ്റെ 5 വീടിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആവശ്യം പറഞ്ഞപ്പം ഇവരും ഒപ്പം എനിക്ക് ഫുഡൊക്കെ തന്ന് സഹായിക്കുന്ന കുമാരനായി, കോൺക്രീറ്റ് ചെയ്യണ കുമാരനായി, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അവളുടെ ഭർത്താവ് മരിച്ചതിൻ്റെ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് അവൾക്കൊരു വീട്ടിൽ കിടന്ന് തന്നെ മരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വീടിൻ്റെ ബേസ്മെൻറ്റ് ഞങ്ങൾ ചെയ്ത് ഇനി ആ വീടിന് ബാക്കി സ്ട്രക്ചർ വർക്ക് ചെയ്യാനുള്ള മണല്, സിമൻറ്റ്, കട്ട, ജനല്, വാതിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണമെങ്കിൽ 1 രൂപയായാൽ പോലും അത് ശരണ്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. സാധനങ്ങളായിട്ട് വാങ്ങിത്തരാൻ ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ പണി തീർത്തു കൊടുക്കാം. ഈ വീഡിയോ വെറുതെ കണ്ട് ഷെയർ ചെയ്ത് പോവാതെ 1 രൂപയെങ്കിലും ശരണ്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അത്രയും മോശം അവസ്ഥയാണ് ആ വീട്ടുകാരുടെ.